ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു വാര്യറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുമാണ്. എന്തായാലും കാര്യം എന്താണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രഭാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ്. പ്രഭാസ് പകുതി അദ്ദേഹത്തിൻ്റെ വരുമാനം മാത്രമാണ് കൽക്കിക്ക് വേണ്ടി മേടിച്ചതെന്ന്. അതായത് 150 കോടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദിപുരുഷിലെ വരുമാനം. അതിൽ നിന്ന് കൽക്കിയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 80 കോടിയായിട്ട് മാറുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ആദിപുരുഷിൽ 150 കോടി, സലാറിൽ അത് 100 കോടിയായിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഇതാ ഇതിലേക്ക് എത്തിയപ്പോൾ കൽക്കിയിലേക്ക് എത്തിയപ്പോൾ 80 കോടിയായി. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നിയൊരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ സിനിമകൾ പരാജയപ്പെടുകയാണ്. സലാർ എന്ന് പറയുന്ന സിനിമ വേണ്ടത്ര വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം KGF കിട്ടിയ അത്ര ഒരു അഭിപ്രായം ഒന്നും സലാറിന് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം കുറച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരുമാനം, അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ റേഞ്ച് അദ്ദേഹം മനഃപൂർവ്വം കുറച്ചാണെന്ന് തോന്നുന്നത്. കാരണം റിസൾട്ടൊന്നും ഉണ്ടാകുന്നില്ല. കുറേ ബ്രഹ്മാണ്ഡ സിനിമകൾ ഇറങ്ങുന്നു, പക്ഷേ അതിനൊന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിസൾട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. സോ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കുറച്ചേ മതിയാകുള്ളൂ. സോ അതുകൊണ്ട് അദ്ദേഹം കുറച്ചാണ്. ഒരു പക്ഷേ അത് മാത്രമല്ലായിരിക്കാം, കൽക്കിയിൽ നമുക്കറിയാം കാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാസ്റ്റാണ് എല്ലാവരും. സോ അവരെയും കൂടെ വലിയ കാസ്റ്റ് വരണമെങ്കിൽ അവർക്കും ഇഷ്ടംപോലെ പൈസ കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടൊക്കെ കാരണമായിരിക്കും. സോ അദ്ദേഹം നായകനായിട്ട് വരുന്ന സിനിമയാണ്. സോ മറ്റുള്ള വമ്പൻ താരങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിനിമ വേറെ ലെവൽ ഹിറ്റായിട്ട് മാറും. സോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ആ ഒരു വരുമാനം കുറച്ചേ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ്, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന തമിഴ് സിനിമ നമുക്കറിയാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു, അതായത് മലയാളി പ്രേക്ഷകർക്കിടയിൽ. അതിനുള്ള കാരണം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ആ ഒരു സിനിമയുടെ ചിത്രീകരണം, അതായത് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ നായകനായിട്ട് എത്തുന്ന ആര്യയാണ്. എന്തായാലും ചിത്രത്തിൻ്റെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കും. കാരണം ആര്യ നമ്മുടെ മഞ്ജു വാര്യർ കോംബോ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.